ഈ സോഷ്യൽ മീഡിയ വഴി റൂട്ട് മാറിപ്പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമ്മൾ പേപ്പറിലൊക്കെ സ്ഥിരം വായിക്കുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം കൂടുതലാണ്. ആളുകൾ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്ന ആളുകളുടെ ഓരോ ദുരന്ത കഥകൾ നമ്മൾ വായിക്കാറുണ്ട്. എൻ്റെ അടുത്ത് വരാറുണ്ട് അങ്ങനത്തെ കേസുകൾ. അപ്പോൾ ഈ അടുത്ത് വന്നൊരു കേസിനെ പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പ്രതിപാദിക്കാം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടു ഒരു പെൺകുട്ടി ഒരു പുരുഷനുമായിട്ട് അടുപ്പത്തിലായി. അപ്പോൾ ഒരു 3-4 വർഷം പ്രണയിച്ചു. അവരോട് കുറേ പൈസയൊക്കെ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് അയാൾ വാങ്ങി. പെൺകുട്ടിക്ക് ജോലിയൊന്നും ഇല്ലെങ്കിലും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൈസ ഒപ്പിച്ച് ഈ കുട്ടി കൊടുക്കുമായിരുന്നു. ഭയങ്കര അഗാധമായ പ്രണയം ഉണ്ടായിരുന്നു ഈ കുട്ടിക്ക് അയാളടുത്ത്. പക്ഷേ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്നത് അയാൾക്ക് ഭാര്യയും കുട്ടിയെടുക്കുന്നത്. അപ്പോൾ വഴക്കിട്ട് കുട്ടി പിരിഞ്ഞു പോയി. പക്ഷേ ഈ വഴക്കിട്ട് പിരിഞ്ഞു പോയെങ്കിലും ആ വ്യക്തി ഈ പെൺകുട്ടിനെ വെറുതെ വിട്ടില്ല. അയാൾ കാര്യമായ രീതിയിൽ കുട്ടിയെ ആഭിചാരകർമ്മങ്ങൾ കൊണ്ട് ഉപദ്രവിച്ചു. ചലഞ്ച് ചെയ്തിട്ടാണ് അയാൾ പോകുന്നത്. നിന്നെ അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം എന്നുള്ള ചലഞ്ച്. അപ്പോൾ പക്ഷേ ഈ കുട്ടിക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി അതിൽ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഭയങ്കരമായ ഡിപ്രഷനിലേക്ക് കുട്ടി പോവുകയാണ്. ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് കാലങ്ങൾ നടന്ന് കാണാൻ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ കംപ്ലീറ്റ് ഫേസ് എല്ലാം കറുത്ത കളറായി. രക്തമില്ല കുട്ടിയുടെ ശരീരത്തിൽ. രക്തം എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. രക്തത്തിൽ ഹീമോഗ്ലോബിനൊന്നുമില്ല. പിന്നെ കണ്ണെല്ലാം ഒരു എനർജി ഇല്ലാതെ ചത്ത മീൻ്റെ കണ്ണ് പോലത്തെ ഒരവസ്ഥയിലേക്ക് ആണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കേസ് പഠിച്ചു, ശരീരത്തിലിരിക്കുന്ന ബാധകളെപ്പറ്റി പഠിച്ചു. അത് റിലീസ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ മഹാകാളി ഹീലിങ്ങിലൂടെ നമ്മളതിനെടുത്ത് മാറ്റിയപ്പോൾ തന്നെ ആ കുട്ടിയുടെ കണ്ണിനുള്ള പ്രകാശമെല്ലാം വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല ബ്ലഡ് ഉണ്ടാകാനുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ സജസ്റ്റ് ചെയ്തു. പിന്നെ അപ്പോൾ ആ കുട്ടിക്ക് അയാളോടുള്ള ആ പ്രണയം ഇപ്പോഴും ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മകൾ ഫയലുകളായിട്ട് കിടക്കുന്നുണ്ട്. കാരണം ആത്മാർത്ഥമായിട്ട് ഉള്ള സ്നേഹമായിരുന്നു ഈ കുട്ടിക്ക്, അത്രയധികം അഗാധമായ സ്നേഹം. അപ്പോൾ ഞാനൊരു 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളൊരിക്കലും ഒരാളുടെ അടുത്ത് വെക്കരുത് എന്നുള്ള എൻ്റെ ഒരു തത്വം. എൻ്റെ തത്വമല്ല, സ്പിരിച്വാലിറ്റിയുടെ ബേസിക് തത്വമാണ്. ഞാനത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കളഞ്ഞ ആളാണത്. എമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഞാൻ ആരായിട്ടും വെക്കാറില്ല. സ്നേഹം കാണിക്കും കാരുണ്യമുണ്ട്, പക്ഷേ എമോഷണലി ഞാൻ അറ്റാച്ച് ആവില്ല. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആരും അടുത്ത് നിന്ന് പിണങ്ങിപ്പോയാലും വഴക്കിട്ട് പോയാലും പിരിഞ്ഞു പോയാലും എന്നെ ബാധിക്കില്ല. അപ്പോൾ അത് ആ കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഏകദേശം അതിന് മനസ്സിലായി. ഇത് ആ കുട്ടിക്കുള്ളൊരു പ്രകൃതിയുടെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജാണ്, ഒരു എക്സ്പീരിയൻസാണ്. ഒരു എക്സ്പീരിയൻസിലൂടെ പോകുമ്പോഴല്ലേ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു കുട്ടിയോട് പറയണം, തീൻ്റെ അവിടെ പോയി കഴിഞ്ഞ് കൈ വെച്ച് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി അതൊന്നും കേൾക്കില്ല അല്ലേ. പക്ഷേ ആ കൈ അവിടെ കൊണ്ടുവന്ന് വെച്ച് പൊള്ളി കഴിയുമ്പോഴാണ് മനസ്സിലാവണത് തീയുടെ അടുത്ത് തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ ആ എക്സ്പീരിയൻസ് ഈ കുട്ടിക്ക് കിട്ടിയപ്പോഴാണ് അതൊരു പാഠമാണ്, യൂണിവേഴ്സ് തരുന്നൊരു പാഠമാണ്. ഇനി ആ കുട്ടിക്ക് ഒരിക്കലും റൂട്ട് മാറിപ്പോവില്ല. കാരണം അതിനുള്ള ട്രെയിനിങ് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുള്ള കുറച്ച് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളതൊക്കെ വഴിയെ നമുക്ക് നമ്മളടുത്ത് വരികയാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന അപകടങ്ങൾ, അതിൽ പെടുന്ന കുട്ടികൾ. അപ്പോൾ എല്ലാ കുട്ടികളും, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, സോഷ്യൽ മീഡിയയിൽ പോകുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക. ഇതേപോലത്തെ ആളുകളുടെ അടുത്ത് പോയി പെടാതിരിക്കുക. ഇപ്പോൾ തിരിച്ചു ആവാൻ വേണമെങ്കിൽ മിക്കവാറും ആൺകുട്ടികളാണ് പെൺകുട്ടികളെ ചീറ്റ് ചെയ്യുന്നത്. അതുപോലെ തിരിച്ച് സംഭവിക്കുന്നുണ്ട്, അപൂർവമായിട്ട് സംഭവിക്കുന്നുണ്ട്. ആൺകുട്ടികളെ പറ്റിക്കുന്ന പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞുണ്ടാവണ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബ്ലാക്ക് മാജിക്കിന് വ്യക്തിമാവുന്നത് അതുകൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമില്ലാതിരിക്കാൻ, ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇവരുടെ പൈസ എല്ലാം ഇവർ വാങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ പൈസ തിരിച്ച് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ബ്ലാക്ക് മാജിക്ക് പ്രയോഗിക്കും. അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടിയുടെ
ശരീരത്തിൽ ബാധകൾ വന്നു. അപ്പോൾ നിരപരാധിയായിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ ബാധാശല്യം കൊണ്ട് അതിൻ്റെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ വളരെ മോശം അവസ്ഥയിലേക്ക് എത്തി. ഇനിയിപ്പോൾ അത് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലാണ് അതിൻ്റെ ആരോഗ്യത്തിനെ സംരക്ഷിച്ച് കൊണ്ടുവരാനും മാനസികമായ നിലയിലോട്ട് നോർമലായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു വരാനും ആ കുട്ടിക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇപ്പോഴത്തെ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊന്നും വിശ്വസിക്കുന്ന ആൾക്കാരല്ല പൊതുവേ. നിങ്ങൾ സയൻസിൽ മാത്രം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ സയൻസും കൂടി നിങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതൊരു ശാസ്ത്രം തന്നെയാണ്, ഇത് വലിയ ശാസ്ത്രമാണ്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം ഇതിനകത്ത് നിങ്ങൾ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലുള്ള അപകടത്തിൽ ചാടാതെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് ഇപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മുടെ വരുന്നുണ്ട്, ചെറുപ്പക്കാരായ ആൾക്കാർ, വിശ്വാസികൾ കുറേ പേര് ആയി വരുന്നുണ്ട്. അനുഭവങ്ങളാണ് അത് വിശ്വാസികളാക്കുന്നത്. അപ്പോൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ വേറൊരു അപകടം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ഇതേപോലുള്ള ആളുകളുണ്ട്. കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അവരിടുന്നു, പല പല പോസുകളിൽ മേക്കപ്പൊക്കെ ചെയ്ത് ഭംഗിയുള്ള കുറേ പടങ്ങളിടുന്നു. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങൾ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഒരാളല്ല കാണുന്നത്, നിരവധി ആൾക്കാരാണ് കാണുന്നത് ഈ പടം. ഈ പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നല്ല ആളുകളും കാണുന്നുണ്ട്, മോശം ആളുകളും കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. കാണുന്നവൻ്റെ മാനസികാവസ്ഥ എന്താണ്, അവൻ എങ്ങനെയാണ് അത് കാണുമ്പോൾ ചിന്തിക്കുന്നത്, അവൻ്റെ മൈൻഡിൽ എന്താണ് വരുന്നത്, ആ ഓരോ തോട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. ആരെയാണോ ഫോട്ടോ മോശമായ തോട്ടാണെങ്കിൽ ആ മോശമായ തോട്ട് വരെ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത് യാതൊരു സംശയമില്ല, ഞാൻ ഇതിനകത്തൊക്കെ വളരെയധികം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇടുമ്പോൾ അത് നിങ്ങളെ ചിലപ്പോൾ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത ഇല്ലാതില്ല. കാരണം നിങ്ങൾക്ക് കുറച്ച് കാണാൻ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ ഒന്നും കൂടിയൊക്കെ മോഡിഫൈ ചെയ്ത് ഫിൽറ്ററൊക്കെ ചെയ്ത് കുറച്ചും കൂടി ഭംഗി കൂട്ടിയിട്ടൊക്കെ നിങ്ങൾ ഇടുകയെന്ന് വിചാരിക്കും. അപ്പോൾ അത് കാണുന്ന ആളുകളുടെ ആ ഒരു ദൃഷ്ടി നിങ്ങളിലേക്ക് ഉറപ്പായിട്ടും വരും. ഇത് പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ ഒരു സ്നേഹിതൻ, അപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയും മകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരുടെ മെയിൻ ഹോബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് ദിവസങ്ങളിലൊക്കെ ഇവർ ഇതുപോലെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഒരേ കളറിൽ ഡ്രസ്സ് മേടിക്കും, പാൻറ്റും ഷർട്ടും ഒരേ കളറിൽ 3 പേർക്കും മേടിക്കും. എന്നിട്ട് അവർ അണിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പാർക്കിലോ അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കും. നല്ല ഭംഗിയായിട്ട് ഫോട്ടോ എടുക്കും. അവരിൽ നല്ല നല്ല ഫോണുകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഈ ഫോട്ടോ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഫേസ്ബുക്കിലും അങ്ങനെയുള്ള ഏതൊക്കെയാണ് അതിനകത്തൊക്കെ ഇടും. എനിക്ക് അറിഞ്ഞൂടാ, അതിനകത്തൊന്നും ഞാൻ അത്ര ആക്റ്റീവ് ഒന്നുമല്ല. അതിലൊക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാം അതിനകത്തൊക്കെ കൊണ്ടുവന്ന് ഇടും, ഫോട്ടോകളൊക്കെ ഇടും. എന്നിട്ട് അവർ പല പോസുകളിൽ പല ഭാവങ്ങളിലുള്ള ഒരു ഫോട്ടോ ഒന്നുമല്ല, കുറേ എണ്ണം ഇടും. ഈ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ വീട്ടിലാരെങ്കിലും കിടപ്പിലാവും. ഇത് പല പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ അവർ വയ്യ ഇവർ വയ്യ എന്നൊക്കെ പറഞ്ഞത് ഞാനിങ്ങനെ അത് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോ കാണാറുണ്ട്. അന്നൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ ഫേസ്ബുക്കിലൊക്കെ അക്കൗണ്ട് ഉണ്ട് എനിക്ക്, അതാണ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറ്. ഞാൻ ഇടാറൊന്നുമില്ല, വെറുതെ എടുത്തൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്തൊക്കെ നോക്കും. അപ്പോൾ ഇവരുടെ ഫോട്ടോ ഇപ്പം കാണാറുണ്ട്. അപ്പോൾ ഞാൻ കാണുമ്പോൾ തന്നെ വിചാരിക്കും ഇത് കുറച്ച് അമിതമാണല്ലോ എന്നൊക്കെ വിചാരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തു, നിങ്ങളിങ്ങനെ ഫോട്ടോ ഇടുമ്പോൾ ആരുടെയൊക്കെയോ നിങ്ങൾ ഇഷ്ടമില്ലാത്ത ആളുകളുടെ ദൃഷ്ടി ഒരാൾക്ക് വരുന്നുണ്ട്, നിങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മളുടെ പ്രൈവസി നമ്മളുടെ മാത്രമാണ്. നമ്മൾ ലോകത്തുള്ള ആളുകളെ മുഴുവൻ ഇത് കാണിക്കണം എന്ന് ഉള്ള ആ ഒരു ചിന്ത കളയുന്നതാണ് നല്ലതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഇപ്പോൾ എല്ലാ പരിപാടിയും ഞാനും യൂട്യൂബ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വഴി തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു നല്ല കുറേ ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു സാധനം ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു നമ്മളുടെ പേരും പെരുമ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, കുറച്ച് നല്ല ഇൻഫർമേഷൻസ് കൊടുക്കുക, പറ്റാവുന്ന ആളുകൾക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് യൂട്യൂബിൽ. പക്ഷേ മറ്റത് അതല്ല, മറ്റത് നമ്മളെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക, ഷോ ചെയ്യുക എന്നുള്ളതാണ്. കുഴപ്പമൊന്നുമില്ല, ചെയ്യണമുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അതിലുണ്ടാകുന്ന അപകടത്തെപ്പറ്റി ഞാനൊന്ന് സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് അങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകൾ, അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് തിരിച്ച് ചിന്തിക്കാനുള്ളൊരു അവസരം, അത്രേ ഞാൻ ഉദ്ദേശിക്കുള്ളൂ കേട്ടോ. അത് ആരും ഒന്നും വിമർശിക്കരുത്, അല്ലെങ്കിൽ എന്നെ ചീത്ത പറയാനും വരരുത്. എൻ്റെ ഒരു വിനീതമായൊരു അഭ്യർത്ഥനയാണ് ഞാൻ പറയുന്നത്. അത് ഇഷ്ടമുള്ളവർ കേൾക്കുക, അത്രയേ ഉള്ളൂ.
അപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ പറ്റി എനിക്ക് പറയാനുള്ളൊരു അഭിപ്രായമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.